അതിലൊരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്നാണ്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ അതൊക്കെ പൂർത്തീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസനമാണ് വേണ്ടത്. അത് പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം അനുഭവിച്ചും അറിഞ്ഞും ഒക്കെ നേടിയ അനുഭവ സമ്പത്ത് ഭരണത്തിന് ദിശാബോധം നൽകട്ടെ എന്ന അത്യാവശ്യം നീളമുള്ളൊരു ആശംസാ കുറിപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വാഗ്ദാനങ്ങൾ ഏറെ പ്രധാനവുമാണ്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങളുണ്ട്. അതിൽ KSRTCയിലെ സൗജന്യ യാത്ര പറഞ്ഞത് പ്രകാരം നാളെ അത് ആരംഭിക്കേണ്ടത് 15-ാം തീയതി മെയ് 15. പക്ഷെ എന്തായാലും നാളെ അത് ഉണ്ടാകില്ല. അതിന് പിന്നാലെ ആശമാരുടെ ഏറ്റവും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അതിലൊക്കെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും വലിയ ആവേശം, വലിയ ആഘോഷം, അണികളുടെ ഈ സന്തോഷമൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ പോലും ചെറിയൊരു കരടായി മാറുന്നത് ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിൽ അടക്കം പങ്കെടുക്കില്ല. കടുത്ത അതൃപ്തി അറിയിക്കുന്നുണ്ട്. പലതവണ മാറി നിൽക്കേണ്ടി വന്ന നേതാവാണ് താൻ എന്നുള്ളൊരു ഫീൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമല്ല. അതാണ് അദ്ദേഹം AICC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. നേതാക്കളെ കാണാനോ സംസാരിക്കാനോ തയ്യാറാകാതെ രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടേക്ക് മടങ്ങി അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് പോകും. ക്ഷേത്ര ദർശനത്തിനായി നാളെ 1-ാം തീയതിയാണ് മലയാള മാസം. അപ്പോൾ അതാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പ്ലാൻ. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീദ്, ഈ മൂന്നിൽ ഏത് പേരിലേക്ക് എത്തിയാലും അതിൽ ഏറ്റവും വേഗം ഹൈക്കമാൻഡിനെ അനുനയിപ്പിക്കാൻ കഴിയുക രമേശ് ചെന്നിത്തലയാകും എന്നുള്ളതായിരുന്നു മുൻപുള്ള അവരുടെ തന്നെ വിലയിരുത്തൽ. പക്ഷെ ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. കടുത്ത അതൃപ്തി അത് ഹൈക്കമാൻഡിനെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ അടക്കം പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ രമേശ് ചെന്നിത്തല? അസിത, ഉറപ്പായിട്ടും. കാരണം അസിത പറഞ്ഞ ആ കാരണം തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ചൊടിപ്പിച്ചതും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം, ഇവിടെ ഒരു ഫെയർ പ്ലേ നടത്തിയത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ തന്നെ ഇക്കാര്യത്തിലെ ഒരു ആത്മവിശ്വാസ പ്രകടനം. കാരണം ഈ മൂന്ന് നേതാക്കൾ ഒരേപോലെ തന്നെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവർ ഈ തർക്കം നടക്കുമ്പോൾ സ്വാഭാവികമായും തെരുവിലിറങ്ങാതെ, ഫ്ലെക്സ് വെക്കാതെ, ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരെ കൂട്ടാതെ ഒരു സീനിയർ ലീഡർ എന്ന മര്യാദ കാണിച്ച, മെച്യൂരിറ്റി കാണിച്ച തനിക്ക് സമവായത്തിന്റെ സാധ്യതയുടെ ഘട്ടത്തിൽ അവസരമുണ്ടാകും എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിശ്വാസം. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2021 സമാനമായി നേതൃത്വം, അതായത് AICC നേതൃത്വം പറഞ്ഞതാവശ്യപ്പെട്ട് താൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത്, ഇന്നും ഇന്നലെയൊക്കെ തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയും അദ്ദേഹത്തെ കാണാൻ പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു. 8:30-ക്ക് മുൻപ് വരെ ആ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. 8:30യോടുകൂടി അദ്ദേഹം ഈ വീടിന് വെളിയിലേക്ക് എത്തി മാധ്യമപ്രവർത്തകരോട് അനൌദ്യോഗികമായി സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിനുശേഷം വീട്ടിലേക്ക് കയറിപ്പോയ രമേശ് ചെന്നിത്തല പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് തീരുമാനം VD സതീശൻ അനുകൂലം എന്ന ഘട്ടത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കം അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം മറ്റൊരു മറിച്ചാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഈ വഴുതക്കാട്ടെ വീടിന്റെ പിൻവാതിൽ കൂടി അദ്ദേഹം മടങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി എന്നുള്ള വിവരമാണ് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം ആദ്യം ചെന്നിത്തലയിലേക്കും പിന്നീട് അവിടെ നിന്ന് ഗുരുവായൂരിലേക്കും പോകുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇന്നത്തെ നിയമസഭാ യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം വിട്ടുനിൽക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് VD സതീശൻ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ, തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. മുതിർന്ന നേതാക്കളെ സന്ദർശിക്കുകയാണ് VD സതീശൻ. ഇനി VM സുധീരനെ സന്ദർശിക്കാനായി പോകും. അതിനിടെയാണ് ഇപ്പോൾ ഷഫീദ് പറയുന്നത് പോലെ ഏറ്റവും വലിയ കല്ലുകടിയായി മാറിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി തന്നെയാണ്. ഇത്രയും മുതിർന്നൊരു നേതാവിന്റെ അതൃപ്തി എന്നുള്ളത് അത് ഏത് തരത്തിലേക്ക് പരിഹരിക്കപ്പെടും എന്നുള്ളത് പ്രധാനമാണ്. രമേശ് ചെന്നിത്തല ഒരു യോഗത്തിലും പങ്കെടുക്കുന്നില്ല. അല്പസമയത്തിനകം നിയമസഭാ കക്ഷി യോഗം നടക്കാനിരിക്കുന്നു, അതിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഹരിപ്പാട്ടേക്കാണ് പോയിട്ടുള്ളത്. പിന്നീട് നാളെ ഗുരുവായൂരിലേക്കും അദ്ദേഹം മടങ്ങുമെന്നതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാകും ഇനിയൊരു അനുനയം സാധ്യമാവുക എന്നതാണ്. താൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഒരു തരത്തിലും തന്റെ സീനിയോറിറ്റി എന്നുള്ളത് മുഖവിലക്കെടുക്കാതെയും ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയതിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും വഴങ്ങുന്നില്ല രമേശ് ചെന്നിത്തല എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. VD സതീശൻ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു വസതിയിൽ. നമുക്ക് ഷഫീദിലേക്ക് മടങ്ങി പോകാം. ഷഫീദ് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയായിരുന്നു. ഷഫീദ്, തുടർന്നോളൂ.
നമ്മൾ പറഞ്ഞതുപോലെ അത്തരം വിയോജിപ്പുകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഒരു പക്ഷേ ഉടൻ തന്നെ ഉണ്ടായേക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി അദ്ദേഹത്തെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു പക്ഷേ പോയി കണ്ടേക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അത് കോൺഗ്രസിൽ പതിവാണ്. അങ്ങനെ ചില നീക്കങ്ങൾ, അപ്രതീക്ഷിത നീക്കങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ചെന്നിത്തലയെ അനുനയിപ്പിച്ച് ഇന്നത്തെ നിയമസഭാ കക്ഷികളുടെ യോഗത്തിലടക്കം എത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ KPCC അവർ മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു നേതാക്കൾക്കൊന്നും കാര്യമായ എതിർപ്പില്ലാത്ത വിധം ഇപ്പോൾ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട നേതാക്കൾ ഈ KC പക്ഷത്ത് നിന്നും ഈ KC ഒറ്റയ്ക്ക് വേട്ടയാടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ നമ്മൾ കണ്ടതാണ്. അതിൽ ഒന്ന് ഈ പറയുന്ന പഴകുളം മധു, രണ്ടാകട്ടെ ചടയമംഗലത്ത് നിന്ന് ജയിച്ച നസീർ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ചർച്ചയാവുക, അത് പ്രതികരിക്കാതെ തന്നെ ചർച്ചയാവുക രമേശ് ചെന്നിത്തലയുടെ മൗനവും. അദ്ദേഹം ഈ ICC എന്നുള്ള നേതാക്കളടക്കം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തല വിട്ടുപോകുന്ന ഒരു സാഹചര്യം അടക്കം കാര്യമായി ചർച്ച ചെയ്യാം. മാത്രമല്ല കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളടക്കം വരും ദിവസം വലിയ രീതിയിൽ ചർച്ചയുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നീക്കം കൂടിയാണത്. അതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് KPCC നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുതിർന്ന നേതാവ് AK ആന്റണിയുമായുള്ള കൂടിക്കാഴ്ച തരത്തിലേക്ക് രമേശ് ചെന്നിത്തലയുമായി അനുനയം സാധ്യമാകും എന്നുള്ള ചോദ്യവും ഉണ്ടല്ലോ. അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിൽ സമാധാനിപ്പിക്കാൻ കഴിയുക? അനുജ, ഇന്നും ഇന്നലെയും ഒക്കെ ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തീരുമാനം വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് ഈ രമേശ് ചെന്നിത്തലയോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നത് 2 നിയുക്ത MLA മാരാണ്. അതിലൊന്ന് ജ്യോതികുമാർ ചാമക്കാലയും 2 അൻവർ സാദത്തും. ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ മറ്റൊരു വാതിൽ കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുമ്പോൾ പിന്നാലെ ഇറങ്ങി വന്നിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. അൻവർ സാദത്ത് പറയുന്നു അദ്ദേഹം പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷേ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇന്ന് രണ്ടാമത്തേത് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് മുഖ്യമന്ത്രിയെ മാത്രമല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമവായ സാധ്യത വീണ്ടും അവിടെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ക്യാബിനറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് ചെന്നിത്തല എത്തിച്ചുകൊണ്ട് അദ്ദേഹവുമായി അനുനീക്കത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം. ഏതായാലും AICC നിരീക്ഷകരടക്കം കേരളത്തിലേക്ക് എത്തിയാൽ, തിരുവനന്തപുരത്ത് എത്തിയാൽ അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടും. നാളത്തെ UDF യോഗം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. UDF യോഗത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക. പക്ഷേ ക്യാബിനറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് രമേശ് ചെന്നിത്തല അക്കോമഡേറ്റ് ചെയ്യാനുള്ള നീക്കം നടക്കും. അങ്ങനെയായിരിക്കും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം KPCCയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അനുജ, ശരി, അത്തരത്തിലേക്കൊക്കെയുള്ള നീക്കങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും. ഈ അതൃപ്തി അധികം നീട്ടിക്കൊണ്ടു പോകുന്നത് ഭൂഷണമാകില്ല. കാരണം അസിത ഇത്ര വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചു നിൽക്കുമ്പോഴാണ് ഈ മുതിർന്ന നേതാവിന്റെ അതൃപ്തി എന്നുള്ളത്. 102 എന്നുള്ള നമ്പറിൽ നിൽക്കുമ്പോൾ ഈ അതൃപ്തി ഒന്നും നല്ലതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.